ICPയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ GDRFയുടെ ഭാഗത്തു നിന്നോ പ്രോപ്പർ അനൗൺസ്മെന്റ് വന്നിട്ടില്ല. നവംബർ 20 മുതൽ എക്സ്പീരിയൻസ് ചെയ്തതിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നതിന്റെ ബേസിസിലാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പൊ തന്നത് അല്ലെ, വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട മാറ്റം. തീർച്ചയായിട്ടും നമുക്കിപ്പോ ഒരു റിട്ടേൺ ആയിട്ടുള്ള എവിടെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ പലരും ഇപ്പൊ നമ്മളിപ്പോ ഈ മെസ്സേജ് തന്നെ കണ്ടപ്പോൾ എവിടെ നിങ്ങൾ പ്രൂവ് ചെയ്യുന്നില്ല, നമ്മൾ എക്സ്പീരിയൻസിന്റെ മുകളിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ഇപ്പം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി UAE-യിൽ വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നതായിട്ട് പലയിടത്തു നിന്നും നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. പലർക്കും വിസിറ്റ് വിസ അപ്ലൈ ചെയ്തിട്ട് അത് റിജക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് വാർത്തകൾ. ഇതേക്കുറിച്ച് ഫർദർ ഡീറ്റെയിൽസ് നൽകാനായിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അൽമാസ് ബിസിനസ്മാൻ സർവീസസ് ജനറൽ മാനേജർ മിസ്റ്റർ അബ്ദുൾ ഗഫൂർ ആണ്. ഗഫൂർ ജി, കുറേയധികം മെസ്സേജസ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ് ഇപ്പോ വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് UAE-യിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു കൺഫ്യൂഷൻ എന്താണ്? ഇപ്പോൾ വിസിറ്റ് വിസയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മസ്റ്റ് ആയിട്ട് റിട്ടേൺ ടിക്കറ്റ് നമ്മളെ കയ്യിൽ വേണം. അത് അപ്രൂവ്ഡ് വാലിഡ് ഉള്ള റിട്ടേൺ ടിക്കറ്റ് മസ്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം ഹോട്ടൽ ബുക്കിംഗ് ആണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹോട്ടൽ ബുക്കിംഗ് മിനിമം 3 days എങ്കിലും, ഇപ്പോൾ ഒരാൾ വിസിറ്റിന് വരുവാണെങ്കിൽ 3 days എങ്കിലും ഇവിടെ വരുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം 3 days കാണാൻ വരുന്ന ഒരാള് എന്നുള്ള രീതിയിലാണ് ഇവർ കാണുന്നത്. 3 days എങ്കിലും വിസിറ്റ് ഹോട്ടൽ ബുക്കിംഗ്, ഈ രണ്ട് മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ്. അത് നമ്മളത് വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇക്കാര്യത്തില് സ്ട്രിക്റ്റ് ആയിട്ട് UAE ഫോളോ ചെയ്യുന്നു എന്നൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആളുകളുടെ കയ്യിൽ UAE വിസിറ്റ് വിസയിൽ വരുന്നവരുടെ കയ്യിൽ ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടായിരിക്കണം, എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ നമ്മൾ എമിഗ്രേഷനിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റണം എന്നൊക്കെ നമുക്കറിയാം. റിട്ടേൺ ടിക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കണം. പക്ഷെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതെ അതെ അതാണ് മുമ്പുണ്ടായിരുന്നത്. നമ്മളിപ്പം കോഴിക്കോട് എയർപോർട്ടിലാണെങ്കിൽ അവിടെ അത് കാണിച്ചു കൊടുത്ത് ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ വന്ന് ബുദ്ധിമുട്ടില്ലാതെ ഇറങ്ങിപ്പോരാന്നുള്ള സാഹചര്യത്തിൽ ഈ എയർലൈൻസുകളൊക്കെ ഇത് ഉറപ്പ് വരുത്തുമായിരുന്നു. നമ്മളത് ഫണ്ട് ഉണ്ട്, ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ട് എന്നുള്ളതും റിട്ടേൺ ടിക്കറ്റും അതുപോലെ തന്നെ താമസ സൗകര്യങ്ങളൊക്കെ അവര് ഉറപ്പ് വരുത്തായിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പം ഇവിടെ നമ്മൾ ഈ വിസ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് കാണിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തുള്ള ഒരു മാറ്റം. ഇപ്പൊ ഞാൻ എന്റെ പേരൻസിന് അല്ലെങ്കിൽ എന്റെ ക്ലോസ് ഫാമിലി സർക്കിളിലുള്ളവർക്ക് വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആവാൻ സാധ്യതയുണ്ട് അല്ലേ? ഇപ്പോൾ ഞാനിവിടെ റെസിഡൻസ് വിസയിലുള്ള ആളാണ്, എനിക്കിവിടെ പ്രോപ്പറായിട്ട് ടെനൻസി കോൺട്രാക്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിസിറ്റ് വിസ അപ്ലൈ ചെയ്യുന്നതിനോ അത് കിട്ടുന്നതിനോ കാര്യമായിട്ട് ഇപ്പൊ നമ്മൾ പാരന്റ്സിന് ഒരു പരിധി വരെ നമുക്ക് തന്നെ വിസിറ്റ് എടുക്കാൻ പറ്റും. അതെ, പാരന്റ്സിനായിട്ട് നമ്മളെ വൈഫ്, മക്കൾക്ക്, പാരന്റ്സിന്, ബ്രദേഴ്സിന്, സിസ്റ്റേഴ്സിന് ഒക്കെ നമുക്ക് തന്നെ വിസിറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാതെ നമ്മളിപ്പം ത്രൂ ഏതെങ്കിലും ട്രാവൽ ഏജൻസി മുഖേന എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് നമ്മള് എന്താ പറയാ വിചാരിയും നമ്മൾ അവർ താമസിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ വിചാരി കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് വിചാരി ഉണ്ടെങ്കിൽ അത് കൊടുത്താലും പറ്റും എന്നാണ് ഇപ്പൊ അറിയാൻ പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇന്നലെ ആയിട്ട് ഇതിന്റെ എല്ലാ ആളുകളും വളരെ പ്രയാസത്തിലാണ് ഈ 2 ദിവസമായിട്ട്. വിസ ഇവിടെ ജോലി നോക്കി ഇവിടെ വന്ന ആളുകൾ പുതിയ വിസിറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പുറത്തു പോയ ആളുകളൊക്കെ കുറച്ച് ഫഡപ്പ് ആയിട്ടുണ്ട്. പലരും ഇപ്പം കുവൈത്തിലേക്കും ഒമാനിലേക്കും ഒക്കെ ഫ്ലൈറ്റിൽ പോയ ആൾക്കാർ പിന്നെ ഇപ്പം നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് പോകേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് പ്രാവശ്യം പലർക്കും വിസ കിട്ടിയില്ല, ഉദ്ദേശിച്ച പോലെ വിസ കിട്ടാത്തതുകൊണ്ട് തിരിച്ച് ദുബായിൽ വന്ന് ദുബായിൽ നിന്ന് വീണ്ടും നാട്ടിലോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. UAE-യിൽ വിസിറ്റ് വിസയിൽ നിൽക്കുന്ന ഒരാളാണ്, ഒരു വിസിറ്റ് വിസയിൽ കൂടി കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അത്തരത്തിലൊരു എക്സ്റ്റൻഷൻ കിട്ടാനായിട്ട് എന്തെങ്കിലും തടസ്സം ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല, തടസ്സങ്ങളൊന്നുമില്ല. ഈ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ ഒരു തടസ്സവും ഇല്ല. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ റിട്ടേൺ ടിക്കറ്റും നമ്മളൊരു ഹോട്ടൽ ബുക്കിങ്ങും കാണിച്ചാണെങ്കിൽ നമുക്ക് തടസ്സം വരുന്നില്ല. പക്ഷെ അത് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ പ്രോപ്പർ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള തടസ്സം ഇല്ലാതെ തന്നെ നമുക്ക് അപ്രൂവൽ കിട്ടുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ പലരും ഇറങ്ങിയിട്ടുണ്ട്. ആണല്ലേ?
ഓക്കെ, ഹോട്ടൽ ബുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, സപ്പോസ് ഒരു മാസത്തെ വിസിറ്റ് വിസയ്ക്കായിരിക്കും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ മന്ത്സ് സ്പെൻഡ് ചെയ്യാൻ കണക്കാക്കി വരുന്നവരുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഈ ഹോട്ടൽ ബുക്കിംഗ് എത്ര ദിവസത്തേക്ക് മിനിമം കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്? മിനിമം 3 days ആണ് പറയുന്നത്. 3 days ഇങ്ങനെ ഹോട്ടൽ ബുക്കിംഗ് എങ്കിലും കാണിക്കണം എന്നുള്ള രീതിയിലാണ് 3 days കൊടുത്തിട്ട് അങ്ങനെ എവിടെയും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല 3 days ആണോ അല്ലെങ്കിൽ 30 days ആണോ. പക്ഷെ 3 days കൊടുത്ത ആളുകൾക്ക് വിസ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഓക്കെ. 3 days എങ്കിലും മിനിമം കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോ പറഞ്ഞിരുന്നു, നിങ്ങളുടെ കയ്യിൽ ഇവിടെ UAE വിസിറ്റ് വിസയ്ക്ക് വരുന്ന സമയത്ത് സ്പെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടാവണം, മിനിമം ഒരു 3000 ദിർഹംസ് എങ്കിലും കൈവശം ഉണ്ടാവണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അതിന്റെ പ്രൂഫായിട്ട് നമ്മൾ എങ്ങനെയാണ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് അതിന്റെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നാട്ടിലാണെങ്കിൽ നമ്മൾ ബാങ്കിലുള്ള ഈവൻ മൊബൈലിലുള്ള നമ്മളെ ബാങ്കിലുള്ള ആപ്പ് കാണിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് അല്ലാണ്ട് ലിക്വിഡ് ക്യാഷ് കയ്യിൽ കാണിക്കണമെന്നൊന്നുമില്ല. ഇല്ല ഇല്ല. മൊബൈൽ ആപ്പിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന്റെ എന്താ പറയാ, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഏതിലായാലും നമുക്ക് അതിൽ സഫിഷ്യന്റ് ഫണ്ട് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ നമുക്ക് മൊബൈലിൽ കൂടെ കാണിച്ചു കൊടുത്താലും മതി. ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യല്ലേ വേണ്ടത് അപ്ലിക്കേഷൻ അയക്കുന്ന അല്ല, സമയത്ത്? ഈ ഫണ്ട് ഡോക്യുമെന്റ് ഫണ്ട് ഇതിൽ ചോദിക്കുന്നില്ല. ഇപ്പോഴത്തെ ഫണ്ടിന്റെ കാര്യം ഫണ്ട് ചോദിക്കുന്നില്ല, ബാക്കിയുള്ള കാര്യമാണ് റിട്ടേൺ ടിക്കറ്റും ദെൻ താമസവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. അതെ അതെ അതെ. ഓക്കെ. അപ്പോ ഒരുപക്ഷെ വിസിറ്റ് വിസ കിട്ടി തിരിച്ചു വരുന്ന സമയത്ത്, ലാൻഡ് ചെയ്യുന്ന സമയത്ത്, ഈ രാജ്യത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കയ്യിൽ ബാലൻസ് ഉണ്ടെന്ന് കാണിക്കുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതിയാവും അല്ലേ? വിസിറ്റ് വിസക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അതായത് വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ഒരു ചേഞ്ച് ഇപ്പൊ നടക്കുന്നുണ്ട്, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എന്ന് മുതലാണ് ഇപ്പോ ഗഫൂർജി ലീഡ് ചെയ്യുന്ന ഇപ്പോ അൽമാസ് ബിസിനസ്മാൻ സർവീസസ് പോലുള്ള സ്ഥാപനങ്ങളിൽ ഇത് ഫീൽ ചെയ്ത് തുടങ്ങിയത്? ഇതാ ഇത്തരത്തിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, പലപ്പോഴും റിജക്ഷൻ വരുന്നുണ്ട്, അതിന് ഈ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയാണ് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയത്? 20th മുതലാണ് ഈ 20th മുതലാണ് ഇത് ഇംപ്ലിമെന്റ് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും വിസ റിജക്റ്റ് ആയി, പല പേപ്പറും റിജക്റ്റ് ആയി. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ അടുത്തുള്ള GCC നാഷണലിൽ പോയിട്ട് ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് പലരിലും കിട്ടാതായി. 30 ആള് പോയിരുന്നു കഴിഞ്ഞ കുവൈത്ത് എയർവേസിൽ. 30 പേര് പോയിരുന്നത് 12 പേര് മാത്രമേ അപ്രൂവൽ ആയിട്ടുള്ളൂ, ബാക്കി 18 പേരും റിജക്റ്റ് ആയി. അവർ തിരിച്ച് ദുബായിൽ ഇറങ്ങിയിട്ട് പിന്നെ ദുബായിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പുറത്ത് തിരിച്ച് നാട്ടിൽ പോവുക ചെയ്തു. ഇപ്പൊ ഗഫൂർജി നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ICPയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ GDRFയുടെ ഭാഗത്തു നിന്നോ പ്രോപ്പർ അനൗൺസ്മെന്റ് വന്നിട്ടില്ല. നവംബർ 20th മുതൽ എക്സ്പീരിയൻസ് ചെയ്തതിന്റെ അല്ലെങ്കിൽ ഇപ്പൊ അത് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നതിന്റെ ബേസിസിലാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പൊ തന്നത് അല്ലെ, വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട മാറ്റം. തീർച്ചയായിട്ടും നമുക്കിപ്പോ ഒരു റിട്ടേൺ ആയിട്ടുള്ള എവിടെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ പലരും ഇപ്പൊ നമ്മളിപ്പോ ഈ മെസ്സേജ് തന്നെ കണ്ടപ്പോൾ എവിടെ നിങ്ങൾ പ്രൂവ് ചെയ്യുന്നില്ല, നമ്മൾ എക്സ്പീരിയൻസിന്റെ മുകളിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ഇപ്പം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കി എന്നുള്ളതാണ് അല്ലെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ റിട്ടേൺ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളത് തന്നെ നമ്മൾ തിരിച്ചു പോകണം, അല്ലാതെ ഇവിടെ ഓവർ സ്റ്റേ ആയിട്ട് നിൽക്കാം. ഇപ്പം പക്ഷേ ആംനസ്റ്റി ഇവിടെ അടുത്ത മാസം കൂടി ലാസ്റ്റ് ആണ്, അപ്പൊ അതിനോട് അനുവദിച്ചിട്ടുള്ളതായിരിക്കും ഈ സ്ട്രിക്റ്റ് റൂൾ വരാനുള്ള കാരണം. ആംനസ്റ്റി കഴിഞ്ഞാൽ ഇതുപോലുള്ള ആളുകൾ ഇവിടെ ഓവർ സ്റ്റേ ആയി കിടക്കാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും ഇതിപ്പം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. താങ്ക് യു സോ മച്ച് ഗഫൂർജി. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് UAE വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻസിൽ ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നത് അൽമാസ് ബിസിനസ്മാൻ സർവീസസ് ജനറൽ മാനേജർ മിസ്റ്റർ അബ്ദുൽ ഗഫൂർ ആണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.